കിഫ്ബി വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം. കേന്ദ്രവും പ്രതിപക്ഷവും ചേർന്ന് കിഫ്ബിയുടെ കഴുത്ത് ഞെരിക്കുകയാണെന്ന് ധനമന്ത്രി. യഥാർത്ഥത്തിൽ എന്താണ് കിഫ്ബി കേരളത്തോട് ചെയ്യുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. കിഫ്ബി വഴി 2024 മാർച്ച് 31 വരെ അംഗീകാരം നൽകിയത് 66,143 കോടി രൂപയുടെ 1,103 പദ്ധതികൾക്ക്. ഇതിൽ 32,317 കോടിയുടെ 625 പദ്ധതികൾ ആരംഭിച്ചു. 25,350 കോടി രൂപയാണ് കരാർ തുക. വെറുതെയൊന്നും പറയുന്നതല്ല, സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വസ്തുതാപരമായിട്ട് കിഫ്ബി പോലൊരു സാധനം നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, വരുമാനദായകമായ കാര്യങ്ങൾ വേണം. ഇത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവിൽ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്തൊരു പ്രത്യേക പദ്ധതി പറഞ്ഞു. അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും കിഫ്ബിയും അതുപോലെ KSITയിലും കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് IT പാർക്ക്. സാർ, IT പാർക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പോയിട്ട് 100-200 കോടിയുടെ സ്ഥലം എടുക്കേണ്ട. അവരുടെ കയ്യിൽ സ്ഥലമുണ്ട്. കോർപ്പറേഷൻ ആയിക്കോട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളായിട്ട് അവിടെ കെട്ടിടം കെട്ടുന്നു. ആ കെട്ടിടത്തിന് റിട്ടേൺ വേണം. അങ്ങനെ കെട്ടിടം കെട്ടുന്നതിന്റെ ഒരു പദ്ധതിയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലത്തെ IT പാർക്ക് 1,00,000 സ്ക്വയർ ഫീറ്റ് എങ്കിലും ആദ്യം തുടങ്ങണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അത് വളരെ എക്കണോമിക്കലായി പോകുമെന്നാണ് കരുതുന്നത്. അതിനകത്ത് സ്ഥലത്തിന് നമ്മൾ മുടക്കുന്നില്ല, പക്ഷേ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ. അത് സക്സസ്ഫുൾ ആയാൽ 100 സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 100 സ്ഥലങ്ങളിൽ വരുമാനദായകമായ 10, 100, 200 കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്ന പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പറഞ്ഞതിനകത്ത് നിർത്തുകയല്ല, ഇനിയും ഒരു 10, 10,000, 20,000 കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. സംസ്ഥാനത്ത് ഏറ്റവും അധികം പദ്ധതികൾ കിഫ്ബി നടപ്പാക്കിയത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ്. 32,379 കോടി രൂപയുടെ 500 പദ്ധതികളാണ് നടപ്പാക്കിയത്. പൊതുവിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ പദ്ധതികളുള്ള രണ്ടാമത്തെ വകുപ്പ്, 151 എണ്ണം. 3,136 കോടി രൂപയാണ് കിഫ്ബി ഇതിനായി ചെലവഴിച്ചത്. ഇതിൽ 105 എണ്ണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൽ 6,185 കോടിയുടെ 86 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 57 പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ 62 പദ്ധതികളിലായി 1,842 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിക്കുകയും 33 എണ്ണം തുടങ്ങുകയും ചെയ്തു. വൈദ്യുതി വകുപ്പിൽ 5,200 കോടിയുടെ 18 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. 14 എണ്ണം ആരംഭിച്ചു. ജലവിഭവ വകുപ്പിൽ 6,875 കോടിയുടെ 98 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 90 എണ്ണവും ആരംഭിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നാടിന്റെ എല്ലായിടത്തും കിഫ്ബി വികസനം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലാണ് കിഫ്ബി എന്ന് പറയാം.